വേദഭാഗങ്ങളെല്ലാം തൊട്ടു. ഒരു വേദഭാഗം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലെ ഒരുമിച്ചുള്ള വിചിന്തനത്തിനായിട്ട് നമുക്ക് വായിക്കാം. അതിനാധാരമായിട്ട് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം എക്ലേസിയാസ്റ്റിക്സ് 3-ാമത്തെ അധ്യായം ചാപ്റ്റർ 3 അതിൻ്റെ 11-ാമത്തെ വാക്യം വേഴ്സ് 11. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോട് അന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുന്നു. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 27. വെളിപ്പാട് പുസ്തകം 21-ന്റെ 27-ാമത്തെ വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് തിരുവഴുത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ ഈ പകൽക്കാലം എത്ര പേർ അതിനുവേണ്ടി തയ്യാറാകും? ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന നിമിഷങ്ങൾ കർത്താവ് നമുക്ക് തന്നു. കർത്താവിൻ്റെ തിരുമേശയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ തന്നു. കർത്താവിൻ്റെ വരവിനെ പ്രകീർത്തിക്കുന്ന ചില ചിന്തകൾ ധ്യാനിക്കുവാനായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി അവസരങ്ങൾ തരുമ്പോൾ, അതേ കർത്താവേ, എൻ്റെ ഹൃദയത്തെ ആ പ്രത്യാശ നിർഭയമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? പരിശുദ്ധ കർത്താവേ, വായിച്ചു കേട്ട തിരുവെഴുത്ത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവാത്മാവ് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ തിരുവെഴുത്ത് ഇതൊരു പ്രവചന പുസ്തകമാണ്. ഇന്നലകളിലെ പ്രവചനം ഇന്നത്തെ അത് ചരിത്രമായി മാറി. ഇനിയും ഇന്നത്തെ ഒരു പ്രവചനമുണ്ട്, അത് നാളത്തെ ചരിത്രമാകാൻ പോകുകയാണ്. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. ഈ തിരുവഴുത്തിൽ ഇന്നലകളിൽ ധാരാളം പ്രവചനങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ചിരുന്നു. ആ പ്രവചനങ്ങളെല്ലാം ഇന്നത്തെ ചരിത്രമാണ്. അതിലേറ്റവും പ്രധാനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിത മടക്ക്, മരണം, അടക്ക, പുനരുത്ഥാനം എന്നുള്ളത് ഈ വിശുദ്ധ തിരുവഴുത്തിൽ കഴിഞ്ഞ നാളുകളിലെ പ്രവചനമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു പ്രവചനം ഇനിയും ബാക്കി നിൽപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളതാണ്. കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നലകളിലെ ചരിത്രം എഴുതി അവസാനിച്ചൊരു പുസ്തകമല്ല ഇത്. ഇന്നത്തെ വർത്തമാനകാല സംഭവങ്ങൾ എഴുതി തീർത്ത ഒരു പുസ്തകം മാത്രമല്ല ഇത്. ഇനിയും വരും കാല നിത്യതയെക്കുറിച്ചുള്ള ദർശനങ്ങൾ വ്യക്തമായി എഴുതി തീർത്തിരിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ്. അതിന്ന് പകൽ കരങ്ങളിൽ എടുക്കുവാനും പരസ്യമായി കൊണ്ട് നടക്കുവാനും അത് പഠിക്കുവാനും നമ്മുടെ മാതൃഭാഷയിൽ വായിച്ച് മനസ്സിലാക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ താൻ ഈ പടയാളികളെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ പടയാളികൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓട്ടക്കളവുമായിട്ട് ധാരാളം വിഷയങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെല്ലാം ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. 400 മീറ്റർ ഓട്ടത്തിൽ ഓടുന്നവർക്ക് ഓടിയവർക്കറിയാം 3 റൗണ്ട് ഓടുന്ന സ്പീഡിലല്ല ലാസ്റ്റ് ലാപ്പിൽ ഓടുന്നത്. ഇന്ന് പകൽ ദൈവസഭ ആ 3-ാമത്തെ റൗണ്ട് കഴിഞ്ഞ് അവസാനത്തെ ലാപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തുടങ്ങട്ടെ. ആദ്യത്തെ റൗണ്ടിൽ ഓടുന്ന വ്യക്തി അല്പം സ്ലോ ആയിട്ട് ഓടും, അവൻ എനർജി സംഭരിക്കും. 2-ാമത്തെ റൗണ്ടിലും അവൻ അല്പം കൂടെ സ്പീഡിലോടും. 3-ാമത്തെ റൗണ്ടിൽ ഓടുമ്പോൾ അല്പം കൂടെ സ്പീഡിലോടും. ഇനിയും എനിക്ക് ഒറ്റ റൗണ്ട് കൂടി ഓടി തീർക്കുവാനുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഓട്ടക്കാരൻ ചെയ്യുന്നത്, അവൻ ഇത്രയും നാൾ സംഭരിച്ച എനർജി മുഴുവൻ അവൻ ആ ഓട്ടക്കളത്തിൽ പ്രയോഗിച്ചുകൊണ്ട് അവന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവൻ ഓടിയെടുക്കുകയാണ്. ഇന്ന് പകൽ ഈ ഹെബ്രോൻ ആമേൻ ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന ദൈവസഭയോട് ഞാൻ പറയുന്നു, നമ്മുടെ 300 മീറ്ററും കഴിഞ്ഞു, നമ്മൾ അവസാനത്തെ ലാപ്പിലേക്ക് ഓടുകയാണ്. അതുകൊണ്ട് പ്രാപിച്ചിരിക്കുന്ന ആത്മീക ശക്തി സംഭരിച്ച് ഓടേണ്ട നാളുകളാണെന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ദൈവസഭയോട് ദൂത് പറയുകയാണ്. ശലോമോൻ സഭാപ്രസംഗിയിൽ ഓർപ്പിച്ച കാര്യം ഇങ്ങനെയാണ്: ദൈവം എല്ലാം അതതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. ദൈവത്തിൻ്റെ സമയം ക്രോണോസ്, കൈറോസ് എന്നാണ് നമുക്ക് മൂലഭാഷയിൽ മനസ്സിലാകുന്നത്. ക്രോണോസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സമയമാണ്. എന്നാൽ കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയമാണ്. ഏതാണ് കൈറോസ്? ഞാൻ പറയാം.
പെസഹ ഒരുക്കുവാൻ വേണ്ടി ഇടമില്ലാതിരുന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, നമ്മൾ എവിടെയാണ് പെസഹ ഒരുക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് നിങ്ങൾ ഇറങ്ങണം. ഒരു മനുഷ്യൻ തലയിൽ കുടത്തിൽ വെള്ളവുമായി നിങ്ങളെ എതിർപ്പെടും. ആ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കണം, എവിടെയാണ് ഗുരുവിന് പെസഹ ഒരുക്കുന്നത്? അവൻ നിങ്ങളെ ഒരു വിരിച്ചൊരുക്കിയ വൻമാളികയിലേക്ക് കൊണ്ടുപോയി ഒരു വിരിച്ചൊരുക്കിയ വൻമാളിക കാണിക്കും. ആബീബ് മാസം 14-ാം തീയതി വൈകുന്നേരം 6 മണിയായപ്പോൾ പെസഹ ഒരുക്കുവാൻ വേണ്ടി ഇടമില്ലാതെ ഭാരപ്പെട്ട ശിഷ്യന്മാർക്കും കർത്താവിനും ആ ലാസ്റ്റ് മൊമെന്റിൽ, ലാസ്റ്റ് മിനിറ്റിൽ ഒരു വലിയ വിരിച്ചൊരുക്കിയ മാളിക കാണിച്ചു കൊടുത്തു. അതാണ് ദൈവത്തിന്റെ കൈറോസ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു എന്നുള്ളത് രഹസ്യ സത്യമാണ്, പരസ്യമായി അത് അറിഞ്ഞിട്ടില്ല. യേശു കർത്താവിന്റെ മാതാവ് മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതെന്തെങ്കിലും ചെയ്യണം. കർത്താവ് അല്പസമയം മൗനമായിരുന്നു. സമയമായപ്പോൾ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഈ 6 പാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം കോരണം, നിറയ്ക്കണം, അതുകൊണ്ട് വിരുന്നുവാടിയിൽ കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ കൈറോസ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം പലതും ചെയ്യുന്നത് മനുഷ്യന്റെ സമയത്തല്ല, ദൈവം പലതും ചെയ്യുന്നത് ലോകത്തിന്റെ സമയത്തല്ല. ഇന്ന് പകൽ ദൈവം എനിക്ക് ചെയ്യുന്നത് സഭാപ്രസംഗി 3:11 പറയുന്നു, അത് ദൈവത്തിന്റെ സമയത്താണ്. ഇന്ന് പകൽ ഇതുവരെ എന്റെ വിഷയത്തിന് പരിഹാരമായില്ല എന്ന് വെച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത മനുഷ്യന്റെ സമയത്തിന്റെ അകത്താ, പക്ഷേ ദൈവത്തിന്റെ കൈറോസ് ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇതുവരെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ സമയമായില്ലെന്ന് വിശ്വസിക്കുക. പക്ഷേ ദൈവത്തിന്റെ സമയം അത് തീർന്നു പോയിട്ടില്ല, അത് നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ 2025 ആണ്ട്, ഈ 10-ാമത്തെ മാസം 6-ാമത്തെ ഈ ദിവസം പരിശുദ്ധാത്മ ഇടപെടുന്നു. അടുത്ത മണിക്കൂർ ദൈവസഭയ്ക്ക് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ കൈറോസ് വെളിപ്പെടുവാൻ പോകുകയാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, ദൈവത്തിന്റെ കൈറോസ് നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. ജോലി വിഷയങ്ങളിൽ ഇതുവരെയും വിടുതലാകാത്ത പ്രിയപ്പെട്ടവരെ, ഇന്ന് മകൾ ദൈവത്തിന്റെ കൈറോസ് നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഹോസ്പിറ്റൽ മാറി മാറി, ഡോക്ടർമാരെ കണ്ടിട്ട്, മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ട് ഇതുവരെ ശരീരത്തിനകത്ത് സൗഖ്യം പ്രാപിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കഫർനഹൂമിലെ പള്ളിയിൽ നിന്ന് യേശു കർത്താവ് പത്രോസിന്റെ വീട്ടിൽ വന്ന് കിടപ്പിൽ കിടന്ന, കട്ടിലിൽ കിടന്ന അമ്മാവിയമ്മയെ തൊട്ട് സൗഖ്യമാക്കിയ യേശുവിന്റെ കരം, അതാ രോഗശാന്തിയുടെ കൈറോസായി ഇന്ന് പകൽ നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. സ്റ്റേജിൽ ഇരിക്കുന്ന അഭിഷക്തന്മാർ മുതൽ പുറകിലിരിക്കുന്ന വ്യക്തി വരെയും ദൈവത്തിന്റെ കരത്താൽ ഇന്ന് പകൽ തൊടപ്പെടുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കേട്ട അനുഭവമല്ല, പറഞ്ഞു കേട്ടതല്ല. ഇന്ന് പകൽ ഹല്ലേലൂയ, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുവാൻ, അത് അനുഭവിക്കുന്നു എന്ന് പറയുവാൻ, ഈ മാസത്തിന്റെ അവസാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുക. ഇന്നൊരു പക്ഷേ സാക്ഷ്യം ഇവിടെ കുറച്ചായിരിക്കും പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ അകത്ത് ചില പുതിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ്, മരിച്ചു എന്ന് വിചാരിച്ച് മതിലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട പൗലോസിന്റെ മൃദു ശരീരത്തിന് ചുറ്റിൽ ബർന്നബാസും കൂട്ടരും ചുറ്റിൽ നിന്നുകൊണ്ട് അലറി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ 3-ാം സ്വർഗത്തോളം കയറിപ്പോയ ആത്മാവ് ആ ശരീരത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, നഷ്ടപ്പെട്ട ജീവന് ഇന്ന് പകൽ ജീവിതത്തിന്റെ ശരീരത്തിലേക്ക് തരുവാൻ എന്റെ കർത്താവ് മതിയായവനാ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ വെള്ളത്തിന്മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് കർത്താവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. രക്തത്താലും ദൈവത്തിന്റെ കൈറോസ്, ദൈവത്തിന്റെ സമയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ശലോമൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രത്യേക കാര്യം. നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ പഠനത്തിൽ എനിക്ക് തെളിഞ്ഞത് 36 അത്ഭുതങ്ങൾ യേശു ചെയ്തതായിട്ട് സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് സഹിതം, വ്യക്തികൾ സഹിതം, രോഗം സഹിതം, സ്ഥല സമയം എല്ലാം വ്യക്തമായി എഴുതിയ 36 അത്ഭുതം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 36 അത്ഭുതം പ്രാപിച്ചവരും ഈ ലോകത്തിൽ വീണ്ടും മരിച്ചുപോയി. അവരുടെ രോഗശാന്തി നിലനിന്നില്ല.
രോഗശാന്തി നമ്മുടെ അവകാശമാണ്. കർത്താവ് സുറൈഫോനിക്കക്കാരത്തി സ്ത്രീയോട്, കനാന്യ സ്ത്രീയോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ രോഗശാന്തി എന്ന് പറയുന്നത് മക്കളുടെ അപ്പമാണ്. അതിന്നും നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു രോഗശാന്തിക്കും ഒരു പരിധിയും പരിമിതിയുമുണ്ട്. എന്നാൽ ഇവിടുത്തെ സൗഖ്യം കൊണ്ട് തൃപ്തിപ്പെടാനല്ല ദൈവം നമ്മുടെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്ന് ദൈവസഭയ്ക്കറിയാം. ദൈവസഭയ്ക്കറിയാം. ഈ രോഗം ഇവിടെ സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും ഒരു നിത്യതയുടെ ദർശനം വിട്ടുകളയരുത്. ഇവിടുത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിത്യത എന്നുള്ളത് മറന്നു പോകരുത്. എബ്രായ ഭാഷയിൽ അതിന് ഓലാം എന്നാണ്. എബ്രായ ഭാഷയിൽ അതിന് ഓലാം എന്നാണ്. ഗ്രീക്കിൽ അതിന് അയോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. സംസ്കൃതത്തിൽ നിത്യ അനന്ത എന്നാണ്. ഇംഗ്ലീഷിൽ എറ്റേണിറ്റി എന്നാണ്. മലയാളത്തിൽ നിത്യത. ഇതിനെല്ലാത്തിൻ്റെയും അർത്ഥം ഇതാണ്: അന്തമില്ലാത്ത ഒരു കാലം, അവസാനമില്ലാത്തൊരു കാലം. ഇന്ന് കാഹളം ധ്വനിച്ചാൽ ഞാനും നിങ്ങളും പോകുന്നത് ആ അനന്തതയിലേക്കാണ്, ആ നിത്യതയിലേക്കാണ്. ആ ദർശനം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഇതിനകത്ത് മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ നിത്യത നഷ്ടപ്പെടരുത് എന്ന് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് പകൽ പറയട്ടെ. മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ നിത്യത നിങ്ങൾ നഷ്ടമാക്കരുത്. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിക്കുവാനുള്ള ഡേറ്റ് നിങ്ങൾ പാസ്റ്ററുമായി കൺഫേം ചെയ്യണം. മക്കളെ, നിത്യത നഷ്ടമായി പോകരുത്. വിശ്വാസികളായിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും നിലയിൽ ആമേൻ 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യത്തിൽ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്: നിഗളികളായി, ദൈവപ്രിയമില്ലാതെ, ഭോഗപ്രിയരായി. അടുത്തത്, അതിൻ്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ട്. വേഷമുണ്ട്, ശക്തിയില്ല. വേഷമുണ്ട്, ഭക്തിയില്ല. നിത്യതയ്ക്ക് പോകാൻ ഒരുക്കപ്പെട്ടവരുടെ വേഷമല്ല നിത്യതയിൽ ചേരാനുള്ള യോഗ്യത, ഭക്തിയും ശക്തിയുമാണ്. പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ, ദൈവത്തിന്റെ വചനത്തിൽ മാത്രമല്ല അത് ശക്തിയിലുമാണ്. ഇവിടെ അഭിഷക്തൻ ഇന്ന് പകൽ ഇവിടെ കർത്താവിന്റെ തിരുമേശയ്ക്ക് മുൻപുള്ള ആ ഓട്ടക്കോൾ സമയത്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നും എനിക്ക് മനസ്സിലായി, നമ്മുടെ കൂട്ടത്തിൻ്റെ അകത്തെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സുവിശേഷകനായതുകൊണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ ദൈവമക്കളെ, വേഷമുണ്ട്, ശക്തിയില്ല. വേഷമുണ്ട്, ഭക്തിയില്ല. പക്ഷെ ഈ ദൈവസഭയ്ക്കകത്ത് വേഷം കുറവാണെങ്കിലും ശക്തിയും ഭക്തിയും കാത്തു സൂക്ഷിക്കുന്ന അഭിഷക്തന്മാർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം ഈ മണ്ണിൽ നിന്ന് അപ്പച്ചന്മാര് തുടങ്ങിയെങ്കിൽ ഈ മണ്ണിൽ അത് തീരരുത്. അത് തീരുന്നത് കർത്താവിന്റെ വരവിങ്കൽ മാത്രമായിരിക്കണം. ഈ പകൽ ദൈവാത്മാവിൽ ശക്തമായി ആവർത്തിച്ച് പറയട്ടെ, അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയ ഈ മണ്ണിൽ നിന്ന് വ്യാപരിച്ച ദൈവവചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ഈ മണ്ണിൽ കുറയരുത്. കുറയാൻ ഈ തലമുറ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ 2 ഭവനമാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ പാർക്കാൻ. 1, 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് നമ്മുടെ 1ാമത്തെ വീട്. ആ വീട് നമ്മളെല്ലാം വെക്കേറ്റ് ചെയ്തു. അതെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയുടെ ഉദരമാണ്. 9 ദിവസം 9 ദിവസം 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക എന്ന് അമ്മച്ചിമാർ പറയുമല്ലോ. ഈ സമയം കഴിഞ്ഞാൽ എന്താ വിഷയം? ഈ കുഞ്ഞ് ഉദരത്തിൽ കിടന്ന് പുറത്തു വന്നില്ലെങ്കിൽ ഉദരത്തിൽ കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് ഒന്നെങ്കിൽ നാച്ചുറൽ ബർത്തിൽ ഈ കുഞ്ഞ് പുറത്തു വരണം, ഇല്ലെങ്കിൽ CS സെഷനിലൂടെ അതിനെ പുറത്തെടുക്കും. കാരണം ആ കുഞ്ഞിൻ്റെ 1ാമത്തെ വീട് വെക്കേറ്റ് ചെയ്യാൻ സമയമായി. നമ്മളെല്ലാം ആ വീട് വെക്കേറ്റ് ചെയ്തവരാ. ഇനി 2ാമത്തെ വീടെന്ന് പറയുന്നത്, മോശ തൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോന്റെ ചരമഗീതം പാടുമ്പോൾ അല്ലെങ്കിൽ അനുശോചനം അറിയിക്കുമ്പോൾ പ്രത്യാശ നിർഭരമായി പാടിയ 90-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പനാട് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഭവനത്തിൽ പോയി അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. 99 വയസ്സായി അപ്പച്ചൻ. എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കിനി ഒരു ദിവസം പോലും ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ പ്രിയൻ്റെ സന്നദ്ധി അണഞ്ഞാൽ മതി.
99 വയസ്സായ അപ്പച്ചൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് എൻ്റെ പ്രിയൻ്റെ സന്നിധി അണഞ്ഞാൽ മതി. അപ്പച്ചൻ്റെ ഒറ്റ ആഗ്രഹം. വളരെ പ്രൗഢഗംഭീരമായ ആഡംബര സമുച്ചയമായ ഒരു ഭവനമാണ്. പക്ഷേ അതിൻ്റെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് ബെഡ്റൂമിനായിട്ട് കിടക്കുന്ന അപ്പച്ചൻ പറയുക, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി മോനെ, എനിക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇവിടെ ഒരു അമ്മച്ചി ഇന്ന് സാക്ഷി പറഞ്ഞല്ലോ, ഒരു നല്ല അന്ത്യം കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മച്ചിയുടെ ആഗ്രഹം ഇവിടം വിട്ടു പോകാൻ സമയമായെന്ന. രണ്ടാമത്തെ വീടും നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ സമയമായി. പക്ഷേ വെക്കേറ്റ് ചെയ്യാത്ത ഒരു മൂന്നാമത്തെ വീടാ ദൈവം നമുക്ക് ഒരുക്കുന്നത്. അത് കൈപ്പണിയായി സൃഷ്ടിച്ചതല്ല, അത് കൈപ്പണിയല്ല, ആമേൻ, ഈ ലോകത്ത് സൃഷ്ടിച്ചതല്ല. അത് കർത്താവ് നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ പറയില്ല. ആ വീട്ടിലേക്ക് പോകാൻ ഇന്ന് പകൽ ഞാനും നിങ്ങളും ഒരുക്കത്തോടെ, പ്രത്യാശ നിർഭരരായി, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. സ്തോത്രം. നിത്യത എന്ന വാക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു കാര്യം, ഈ സഭയ്ക്കകത്തുള്ള ദൈവമക്കൾക്ക് നിത്യതയുണ്ട്, ഇതിന് പുറത്ത് അക്രൈസ്തവന് നിത്യതയുണ്ട്. പക്ഷെ 2 സ്ഥലമാണെന്നേ ഉള്ളൂ. ദൈവജനത്തിന്റെ നിത്യത എന്ന് പറയുന്നത് കൈകളാൽ തീർക്കാത്ത ആ നിത്യ ഭവനമാണ്. വർണ്ണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സമയം അനുവദിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ട് ആ പുത്തൻ ഭവനത്തെ വർണ്ണിക്കുന്നത് ഭാഷയാൽ വർണ്ണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. പക്ഷേ പുറത്ത് കിടക്കുന്ന ഒരു അക്രൈസ്തവന് നിത്യതയുണ്ട്. ആ ധനവാൻ കിടന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് കുറച്ച് സഹോദരന്മാർ ഭൂമിയിലുണ്ട്, അവർ ഈ ഞാൻ കിടക്കുന്ന ഈ നിത്യതയിലേക്ക് വരാതിരിക്കാൻ ആരെയെങ്കിലും അബ്രഹാം പിതാവേ വിട്ടൊന്ന് സുവിശേഷം പറയിപ്പിക്കണമേ. കാരണം അവിടുത്തെ നിത്യത എന്ന് പറയുന്നത് അത്രവിധമായ ക്രൂരമായ അനുഭവമാണ്. നരകത്തിൻ്റെ അകത്ത് വേദനയുണ്ട്. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചു. നരകത്തിനകത്ത് യാതനയുണ്ട്. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ യാതന അനുഭവിച്ചു. നരകത്തിനകത്ത് ഇരുട്ടുണ്ട്. യേശു മരണപ്പെട്ടപ്പോൾ ഈ ഭൂമിയിലെ സൂര്യൻ അസ്തമിച്ചു പോയി. നരകത്തിനകത്ത് ദാഹമുണ്ട്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു നമുക്ക് വേണ്ടി സകല നരകത്തിലെ വേദനകളും യാതനകളും ദാഹങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് ഞാനും നിങ്ങളും ആ നിത്യതയിലേക്ക് പോകാതെ എന്നും നിത്യം ആരാധിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാർ ആത്മനിറവോടുകൂടി രാപകൽ ആരാധിക്കുന്ന ആ നിത്യ ഭവനത്തിൽ സൗദത്തിൽ ചെല്ലുവാൻ നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. പ്ലീസ് കീബോർഡ് മ്യൂസിഷ്യൻ പ്ലീസ് ഒന്ന് വന്നാട്ടെ. പ്ലീസ് കീബോർഡ് സ്റ്റാറാണ്. പ്ലീസ് ഒരു മിനിറ്റ്. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രദറെ ജി, ഒരു നിമിഷം കണ്ണുകളടയ്ക്കാമോ? നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. 2 കാര്യമായി ഇന്ന് പകൽ പറഞ്ഞത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ചില അത്ഭുതങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തിന്റെ കൈറോസാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ വെച്ചിരിക്കുന്ന സമയക്ലിപ്തതയുണ്ട്. അത് മനുഷ്യൻ വെക്കുന്നതാ. നീ ഇവിടെ വരെ വരാവൂ എന്ന് വെച്ച് നിനക്ക് അതിരിടും. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ കൈറോസ് വെളിപ്പെട്ടാൽ ആ അതിരുകളെല്ലാം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വാഗ്ദത്തം പ്രാപിച്ചു വരുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് യെരിഹോവും അതിന്റെ രാജാവും പറഞ്ഞു, നീ ഈ മതിലിന്റെ അപ്പുറത്ത് നീ പോകില്ല. അത് യെരിഹോവിലെ രാജാവ് വെച്ച അതിരാ. പക്ഷെ സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ആ മതിലിനെ ഭൂമിക്കടിയിലേക്ക് ഇറക്കി കളഞ്ഞിട്ട് കോരഹിനെയും ദാതാരെയും അബിരാമിനെയും ഭൂമി വായി പിളർന്ന് വിഴുങ്ങിയതുപോലെ യെരിഹോവും അതിന്റെ രാജാവും ചോരത്തളി അനുഭവിച്ച് പെസഹ കുഞ്ഞാടിനെ അറുത്തു രക്തമെടുത്ത് പുരട്ടി അതിന്റെ മാംസം വീട്ടിന്റെ അകത്ത് തീക്കകത്ത് ചുട്ടുകഴിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കനാനിലേക്ക് ഇറങ്ങിയവരുടെ മുൻപിൽ വഴിയടയ്ക്കാൻ ശത്രു പദ്ധതി ഒരുക്കിയപ്പോൾ അടയ്ക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ മതിലിനെ ഭൂമി പിളർന്ന് അതിലേക്ക് ഒതുക്കിക്കളഞ്ഞ് വാഗ്ദത്തത്തിലേക്ക് പോകേണ്ടവനെ വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ അനുവദിച്ച കർത്താവിന്റെ സാന്നിധ്യം